ഈ പട്ടണത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി വർഷങ്ങളായി കോൺട്രിബ്യൂട്ട് ചെയ്ത ചില വ്യക്തികളെ ഓർത്തെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ അവാർഡുകൾ കൊടുക്കാനായി തീരുമാനിച്ചു. ആദ്യമായി ഈ അവാർഡ് വാങ്ങുവാൻ ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫസ്റ്റ് അവാർഡ് ഗോസ് ടു പാസ്റ്റർ കെ.സി. തോമസ്. പാസ്റ്റർ പ്ലീസ് കം ഫോർവേഡ്. കെ.സി. തോമസ് പാസ്റ്ററിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നു സദസ്സിന് വേണ്ടി. പാസ്റ്റർ കെ.സി. തോമസ് സുവിശേഷ പ്രഭാഷകൻ, വേദ അധ്യാപകൻ, ഗ്രന്ഥകാരൻ, സഭാ നേതാവ് തുടങ്ങിയ നിലകളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികം കർത്തൃ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്ന പാസ്റ്റർ കെ.സി. തോമസ് സൗമ്യതയുടെ ആൾരൂപവും വേദജ്ഞാനത്തിൻ്റെ നിറവുമായി അജഗണ പരിപാലന രംഗത്തും ഏറെ ശ്രദ്ധേയനാണ്. 1949 ആലപ്പുഴ ജില്ലയിലെ തലവടി ഇടയത്ര കുടുംബത്തിൽ ജനിച്ച കെ.സി. തോമസ് കോളേജ് പഠനകാലത്ത് 21-ാമത്തെ വയസ്സിലാണ് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത്. ഈ കാലയളവിലുണ്ടായ ആത്മീയ സമർപ്പണത്തിലൂടെ കോളേജ് പഠനാനന്തരം വേദപഠനം നടത്തുകയും അതോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയുമായിരുന്നു. കുവൈറ്റ് സഭയുടെ ശുശ്രൂഷകനായിരിക്കെ ദൈവം നൽകിയ പ്രത്യേക ദർശനപ്രകാരം കേരളത്തിലേക്ക് മടങ്ങി വരികയും തിരുവനന്തപുരം പേരൂർക്കട കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നിലവിൽ പേരൂർക്കട ഫെയ്ത്ത് സെന്റർ സീനിയർ ശുശ്രൂഷകനും IPC പേരൂർക്കട സെന്റർ ശുശ്രൂഷകനും IPC നേതൃനിര ശുശ്രൂഷകനുമാണ്. നിരവധി തവണ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വിവിധ നേതൃപദവികളിൽ നയചാരുതയോടും മികച്ച സംഘാടക പ്രഭാവത്തോടും പ്രവർത്തിച്ചിട്ടുള്ള പാസ്റ്റർ കെ.സി. തോമസ് സഭയ്ക്കൊരു മുതൽക്കൂട്ടും പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു അനുഗ്രഹവുമാണ്. ഹാർവസ്റ്റ് TVയുടെ തുടക്കകാലം മുതൽ ഒരു ഉപദേശകനായി പ്രാർത്ഥനാ സഹകാരിയായി നിലകൊണ്ട് വേദ പഠനത്തിലും വചന ശുശ്രൂഷയിലും പ്രേക്ഷക സമൂഹത്തിന് ഏറെ പ്രയോജനകരമായി വർത്തിച്ചു വരുന്ന പാസ്റ്റർ കെ.സി. തോമസിൻ്റെ ആത്മീയ സേവനങ്ങളെ ഏറെ അഭിമാനത്തോടെ കാണുന്നു. ദൈവകൃപയുടെ തണലിൽ കഴിഞ്ഞ 5.5 പതിറ്റാണ്ടോളം വിശ്വസ്ത സേവനം ചെയ്ത പാസ്റ്റർ കെ.സി. തോമസിന് ഏറെ ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇപ്പോൾ സമ്മാനിക്കുന്നു. താങ്ക് യു പാസ്റ്റർ കെ.സി. തോമസ്. ബാക്കി കോർ കമ്മിറ്റി മെമ്പേഴ്സ് ഇവിടെ തന്നെ നിൽക്കണം, അടുത്ത അവാർഡുകൾ കൊടുക്കാനുണ്ട്. ഒരിക്കൽ കൂടെ കരങ്ങളടിച്ച് നമ്മുടെ സന്തോഷത്തെയും അഭിനന്ദനത്തെ അറിയിക്കാം. താങ്ക് യു പാസ്റ്റർ. ദ നെക്സ്റ്റ് അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഗോസ് ടു പാസ്റ്റർ എൻ പീറ്റർ. നമ്മുടെ കരങ്ങളടിച്ച് പാസ്റ്റർ എൻ പീറ്ററിനെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ എൻ പീറ്റർ, പ്ലീസ് കം ഫോർവേഡ് ടു റിസീവ് ദിസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ. പാസ്റ്റർ എൻ പീറ്റർ പാറശാല യഹോവ നിസി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ സ്ഥാപകനും സീനിയർ പാസ്റ്ററുമായ എൻ പീറ്ററിൻ്റെ മിഷണറി ദർശനവും പ്രവർത്തനങ്ങളും ആത്മീയ ലോകത്തിന് വലിയ പ്രചോദനമാണ്. ആലമ്പാറ വലിയ പാങ്കാല വീട്ടിൽ നല്ല തമ്പി സുന്ദരി ദമ്പതികളുടെ മകനായി 1960 ഡിസംബർ 25-നാണ് എൻ പീറ്റർ ജനിച്ചത്. തൻ്റെ 13-ാമത്തെ വയസ്സിൽ രക്ഷാനിർണയം പ്രാപിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. ആ കാലത്തെ സൺഡേ സ്കൂൾ പഠനത്തിനിടയിൽ ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്കായി പോകും എന്ന ദൈവവചനത്തിനു മുന്നിൽ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു. തുടർന്ന് 19-ാം വയസ്സിൽ പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കുകയും സ്വന്തം ദേശത്ത് ദൈവവേല ചെയ്യണം എന്ന ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് മരുതൻകോട് പ്രദേശത്ത് സഭാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. 1985 മുതൽ പാറശാലയിലെ ചെറുവാരക്കോണം കേന്ദ്രമാക്കി യഹോവ നിസി അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സഭയ്ക്ക് രൂപം നൽകി. ക്രമീകൃതമായ രീതിയിൽ ദൈവവചനം പഠിപ്പിക്കുകയും വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ രോഗശാന്തിയടക്കം സൗഖ്യദായക അനുഭവത്തിലേക്ക് ജനം വിടുവിക്കപ്പെടുകയും ചെയ്തതോടെ ആ സഭ വളർന്നു. ഇന്ന് ബൈബിൾ സ്കൂളുകൾ, മിഷൻ ഗ്രൂപ്പുകൾ, സാമൂഹ്യ സേവന പദ്ധതികൾ, ജയൻ വിഷൻ മീഡിയ തുടങ്ങി വിശാലമായ പ്രവർത്തനങ്ങളാണ് സഭയ്ക്കുള്ളത്. അംഗങ്ങളുടെ എണ്ണം പെരുകിയതോടെ 2019 ഡിസംബർ 21-ന് പാറശാലയിൽ വിശാലമായ ആരാധനാലയം സ്ഥാപിച്ചു. ആ സഭ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക പെന്തക്കോസ്ത് സഭയായി അറിയപ്പെടുന്നു.
1991 8 പേരടങ്ങുന്ന ഒരു ടീമിനെ സജ്ജമാക്കി വടക്കേ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് പാസ്റ്റർ പീറ്റർ തൻ്റെ ഇന്ത്യൻ സുവിശേഷീകരണ ദൗത്യത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് എല്ലാ സ്റ്റേറ്റിലും ഈ സഭയ്ക്ക് മിഷണറിമാരുണ്ട്. സുവിശേഷ വേലയിലും സഭാ പരിപാലനത്തിലും അത്യുത്സാഹിയായ പാസ്റ്റർ എൻ പീറ്റർ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ നേതൃരംഗത്തും നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം AG സദേൺ ഡിസ്ട്രിക്ട് സൂപ്രണ്ടായും സേവനം ചെയ്യുന്നു. ദൈവശബ്ദത്തിന് ചെവിക്കൊടുക്കുകയും ക്രമീകൃതമായി ദൈവവേലയിൽ പുരോഗമിക്കുകയും ചെയ്ത പാസ്റ്റർ എൻ പീറ്ററിൻ്റെ സേവനങ്ങൾ സുവിശേഷ വേലയിൽ ചുവടുവെക്കുന്ന ഏവർക്കും ഏറെ പ്രചോദനമാണ്. ഭാര്യ മേരി സുലോചന, മക്കൾ ആഡ്ലിൻ ഷേർലി, ആൽഡ്രിൻ എം പീറ്റർ. ദൈവകൃപയുടെ തണൽ കഴിഞ്ഞ നൂറ്റാണ്ടോളം വിശ്വസ്ത സേവനം ചെയ്ത പാസ്റ്റർ എൻ പീറ്ററിന് ഏറെ ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കുന്നു. This is a wonderful moment where the award is being given to Pastor N. Peter. A louder applause. എല്ലാവരും ശക്തമായ കരങ്ങളടിച്ച് നമ്മുടെ സ്നേഹത്തിനെയും ആദരവിനെയും അറിയിക്കാം. Thank you, Pastor. Thank you so much. This is the first time I think an award is being given to a woman for God. ആദ്യമായിട്ടാണ് ഒരു ലേഡി ദൈവദാസിക്കായിട്ട് ഒരു അവാർഡ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന സിസ്റ്റർ ശാന്തകുമാരി അമ്മയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം ഫോർവേഡ്. കൂടെ അവർ പടത്തുയർത്തിയ 2 മക്കളും കൂടെ വന്ന് ഈ അവാർഡ് വാങ്ങണം. കാരണം നിങ്ങൾ അതോടൊപ്പം ചേർന്ന് അവാർഡ് വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പ്ലീസ് പാസ്റ്റർ ശ്രീജു ആൻഡ് പാസ്റ്റർ ഷിജു ഓഫ് KFM ചർച്ച്, പ്ലീസ് കം ഫോർവേഡ്. നെടുമങ്ങാടിനടുത്തുള്ള ഒരു പരമ്പരാഗത ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശാന്തകുമാരി അമ്മയുടെ ജീവിതം, ദൈവത്തിൻ്റെ കരസ്പർശനം ഒരു മനുഷ്യ ജീവിതത്തിലുണ്ടായാൽ അത് എത്രമാത്രം സമൂഹത്തിന് പ്രകാശദാനമായി തീരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരാലും ഒറ്റപ്പെട്ട് ആഴത്തിലുള്ള നിരാശയുടെ ഒരു നിമിഷത്തിൽ ജീവിതം മടുത്ത് തങ്ങളുടെ മക്കളുമായി ആത്മഹത്യയുടെ വഴി തേടിയെങ്കിലും ഒരു ദൈവമനുഷ്യനിലൂടെ അസാധാരണമായ നിലയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും ജീവിതത്തിലേക്ക് മടങ്ങി വരികയുമായിരുന്നു. തൻ്റെ ഇളയ മകൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിലൂടെ ആ അമ്മയും കർത്താവിനെ അറിഞ്ഞു. ആ ഒറ്റ നിമിഷം അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. തുടർന്നുള്ളത് അതിജീവനം മാത്രമല്ല, ദൈവത്തിൻ്റെ വഴിത്തിരിവായി മാറി. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് പൂർണ്ണമായും കീഴടങ്ങിയ ഒരു ജീവിതമായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ശാന്തകുമാരി അമ്മ വിശ്വസ്തയോടെ കർത്തൃ ശുശ്രൂഷയിൽ വ്യാപൃതയായിരിക്കുന്നു. ഒരു പ്രാർത്ഥനാ പോരാളി, ആത്മീയ ഉപദേഷ്ടാവ്, കർമ്മധീരയായ സുവിശേഷക എന്നീ നിലകളിൽ കർത്തൃവേലയിൽ സജീവമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലെ ആത്മീയ പ്രവർത്തനങ്ങളിൽ അവർ ഒരു ശക്തി സ്രോതസ്സായി നിലകൊള്ളുന്നു. ഒരു കാലത്ത് നിരാശയുടെ വക്കിൽ മരണം പ്രതിവിധിയായി കണ്ട ശാന്തകുമാരി അമ്മ തനിക്ക് ലഭിച്ച ദൈവീക കൃപയിലൂടെ ഇന്ന് അനേകരെ മരണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന മഹത്തായ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നു. ഭർത്താവ് രാമചന്ദ്രൻ നായർ, മക്കളായ പാസ്റ്റർ ശ്രീജു SR, പാസ്റ്റർ ഷിജു RS എന്നിവർക്കൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ആത്മീയ ശുശ്രൂഷകളിൽ പ്രാർത്ഥനയുടെ കരുത്തായി പ്രയാണം തുടരുകയാണ്. മരണവക്കിൽ നിന്നും ദൈവം മടക്കി നൽകിയ ജീവിതം പൂർണ്ണമായും ദൈവരാജ്യത്തിനും ആത്മീയ സേവനത്തിനുമായി ഒഴിഞ്ഞുവെച്ച് ഈ 74-ാം വയസ്സിലും സജീവമായി കർത്തൃവേലയുടെ ഭാഗമായിരിക്കുന്ന ശാന്തകുമാരി അമ്മയുടെ ദൈവിക സേവനങ്ങളെ ഏറെ അഭിമാനത്തോടും ആദരവോടും ഓർത്തുകൊണ്ട് ഹാർവസ്റ്റ് TVയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇപ്പോൾ സമ്മാനിക്കുന്നു. A louder applause for this wonderful woman of God. Thank you. Thank you. God bless you. This is a wonderful evening. താൻ പ്രാർത്ഥിച്ച 2 മക്കളും ശുശ്രൂഷയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു. The next Lifetime Achievement Award is for Pastor M. Gamaliel. N. Gamaliel. I apologize. It's N. Gamaliel. തിരുവനന്തപുരം ബാലരാമപുരം റസൽപുരം പാറയിൽ വീട്ടിൽ നേശൻ്റെയും ജ്ഞാനഭായിയുടെയും മൂത്ത മകനായി 1952 ഒക്ടോബർ 13-ാം തീയതി ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ രക്ഷാ അനുഭവം പ്രാപിക്കുകയും കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ സ്കൂളിൽ വേദപഠനം നടത്തി. അനന്തരം 1974 ചെങ്കൽ ഇരപ്പക്കാണി IPC സഭാ ശുശ്രൂഷകനായി കർത്തൃവേലയിൽ പ്രവേശിച്ചു. 1979
പുനലൂർ ബഥേൽ ബൈബിൾ സ്കൂളിൽ തുടർ വേദപഠനം പൂർത്തിയാക്കിയ ശേഷം അസംബ്ലീസ് ഓഫ് ഗോഡ് വെള്ളനാട് സഭാ ശുശ്രൂഷകനായി നിയമിതനായി. അനന്തരം തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിവിധ പ്രാദേശിക സഭാ പരിപാലന രംഗത്ത് ദീർഘവർഷങ്ങൾ സേവനം ചെയ്തു. 2010 മുതൽ കവടിയാർ ഹാർവസ്റ്റ് AGയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. AG തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷൻ പ്രസ്പിറ്റർ, CA പ്രസിഡന്റ്, മിഷൻ ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ സഭയുടെ പൊതു ചുമതലകളിലും നിർവഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷൻ WMC പ്രസിഡന്റ് ശ്രീമതി J. വിമലയാണ് സഹധർമ്മിണി. മക്കൾ ഡോക്ടർ നഥനിയേൽ, ഫേബ, ഹെസ്വിബ. മരുമക്കൾ പാസ്റ്റർ ജസിൻ രാജ്, പാസ്റ്റർ അരുൺ ജോബ്. എല്ലാവരും കർത്തൃവേലയിലായിരിക്കുന്നു. ഒരു പ്രാർത്ഥനാ പോരാളിയായി 5 പതിറ്റാണ്ടിലധികം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കർത്തൃവേലയിൽ വിശ്വസ്ത സേവനം ചെയ്തു വരുന്ന പാസ്റ്റർ N. ഗമാലിയേലിന് ഏറെ ആദരവോടെ ഹാർവസ്റ്റ് TV ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കുന്നു. സ്നേഹത്തോടു കൂടെയുള്ള ആദരവ് നമ്മുടെ കരങ്ങളെ അടിച്ചൊന്നുകൂടെ നമുക്ക് പ്രകടിപ്പിക്കാം. താങ്ക് യു. Thank you, Pastor. Next, I call upon to the stage to receiving the Lifetime Achievement Award, Pastor Dixon. Pastor Dixon, നമുക്ക് കരങ്ങളടിച്ച് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Pastor Dixon. പാസ്റ്റർ ഡിക്സൺ സുവിശേഷം എത്താത്ത മേഖലകളിൽ സുവിശേഷ സാക്ഷ്യം വഹിക്കുകയും അനേകർക്ക് ദൈവത്തിൻ്റെ രക്ഷയെ കാട്ടിക്കൊടുക്കുകയും ചെയ്ത ദൈവമനുഷ്യനാണ് പാസ്റ്റർ V. ഡിക്സൺ. തിരുവനന്തപുരം ആറാമടയിൽ വേദമണി ഫെബി രാജീവൻ ദമ്പതികളുടെ മകനായി 1958 ജനുവരി 5 ജനിച്ചു. 26-ാമത്തെ വയസ്സിൽ രക്ഷാനിർണയം പ്രാപിച്ച V. ഡിക്സൺ ദൈവം നൽകിയ നിയോഗമനുസരിച്ച് പട്ടം ചാലക്കുഴി IPA ചർച്ചിൻ്റെ സഹശുശ്രൂഷകനായി കർത്തൃസേവനം ആരംഭിച്ചു. 1984 പുന്നയ്ക്കാമുകൾ എന്ന സ്ഥലത്ത് ഇമ്മാനുവൽ ഗോസ്പൽ മിഷൻ എന്ന പേരിൽ സ്വന്തമായി സഭാപ്രവർത്തനത്തിന് തുടക്കമിട്ടു. ആത്മഭാരത്തോടെ സുവിശേഷ വേല ചെയ്യുന്നതിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച അദ്ദേഹം അനേകരെ നിത്യജീവനിലേക്ക് ആനയിച്ച ശേഷം 2000 കുന്നപ്പുഴയിലും 2008 കുന്നപ്പുഴ ദാസ് നഗറിലും വിശാലമായ ആരാധനാലയങ്ങൾ പണിത് ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായി മാറി. കഴിഞ്ഞ 18 വർഷമായി പ്രയർ മൗണ്ട് ചർച്ച് എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കർത്താവ് നൽകുന്ന നിയോഗങ്ങൾക്കനുസൃതമായി ജീവിതങ്ങളെ സുവിശേഷവുമായി ബന്ധിപ്പിക്കുന്ന പാസ്റ്റർ V. ഡിക്സണിലൂടെ ധാരാളം മനുഷ്യർ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി യുവജനങ്ങൾക്ക് മാർഗദീപമാകുവാനും ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ബീന കുമാരി, മക്കൾ ഡേവിഡ് ബ്രിങ്കിൾ, ഡേവിഡ് ബെൻസൺ. കഷ്ടതയുടെയും പട്ടിണിയുടെയും ഞെരുക്കങ്ങളുടെയും മധ്യത്തിലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ ദൈവം ഏൽപ്പിച്ച നിയോഗം പൂർത്തീകരിച്ച് മോക്ഷയാത്രാ പ്രയാണം തുടരുന്ന ഈ ദൈവദാസന്റെ സേവനങ്ങളെ ഏറെ അഭിമാന പുരസ്സരം ഓർത്തുകൊണ്ട് ഹാർവസ്റ്റ് TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇപ്പോൾ സമ്മാനിക്കുന്നു. Lifetime Achievement Award to Pastor Dixon. Pastor, the next Lifetime Achievement is being awarded to none other than Pastor John Tensing. Pastor Tensing Pastor ഇവിടെ ഇല്ല, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ കരിസ്മ മോളി പാസ്റ്റർ മോളി ബ്രദർ വന്ന് ആ അവാർഡ് സ്വീകരിക്കുന്നതാണ്. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് അവാർഡ് കൊടുക്കാം. ഒരുപാട് ശുശ്രൂഷകളും ഒരുപാട് മീറ്റിങ്ങുകളും ഇവിടെ ക്രമീകരിച്ചാണ് ബ്രദർ ടെൻസിങ് മോളി അവാർഡ് വാങ്ങുവാനായിട്ട് മോളി ബ്രദറിനെ ഞാൻ ക്ഷണിക്കുന്നു. പാസ്റ്റർ ജോൺ ടെൻസിങ് തിരുവനന്തപുരം പട്ടണത്തിൽ ദീർഘവർഷങ്ങളായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന കർമ്മധീരനായ സുവിശേഷകനും സഭാപ്രവർത്തകനുമാണ് പാസ്റ്റർ ജോൺ ടെൻസിങ്. പോത്തൻകോട് ഐരൂർപ്പാറ സ്വദേശികളായ ഷീലാസ് ശാന്ത ദമ്പതികളുടെ മകനായി 1964 മെയ് 25 ജനിച്ചു. CSI സഭാംഗമായിരുന്ന അദ്ദേഹം ബാല്യം മുതൽ ദൈവവചനം വായിക്കുന്നതിലും അത് ഗ്രഹിക്കുന്നതിലും ശ്രദ്ധാലുവായിരുന്നു. 1985 ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കെ ദൈവാത്മാവ് തന്നോട് സംസാരിക്കുകയും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് നിരന്തരമായി ആത്മീയ കൂട്ടായ്മകളിൽ സഹകരിച്ച അനന്തരം ദൈവവേല ചെയ്യണമെന്നുള്ള ആഗ്രഹം ഹൃദയത്തിൽ അങ്കുരിക്കുകയും ദൈവവേലയുടെ ഭാഗമായി മാറുകയുമായിരുന്നു. ആദ്യകാലങ്ങളിൽ കുളത്തൂപ്പുഴ, തെന്മല, അട്ടപ്പാടി, അഗളി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒരു സഞ്ചാര സുവിശേഷകനായി പ്രവർത്തിച്ചു. 28 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം പാളയം കേന്ദ്രീകരിച്ച് സത്യൻ മെമ്മോറിയൽ ഹാളിൽ കരിസ്മ ഫയർ എന്ന പേരിൽ ഒരു സഭാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും
അനേകർക്ക് ദൈവിക വെളിച്ചത്തിന് അത് കാരണമായി തീരുകയും ചെയ്തു. ഇന്ന് സിറ്റിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭയായി കരിസ്മ ഫയർ നിലകൊള്ളുന്നു. വചനപ്രഘോഷകൻ, കൃപാവര ശുശ്രൂഷകൻ, ക്രിസ്തീയ സംഘാടകൻ തുടങ്ങിയ നിലകളിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികം ദൈവവേലയുടെ ഭാഗമായി നിലകൊള്ളുന്ന പാസ്റ്റർ ജോൺ ടെൻസിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ദൈവജനത്തിനും ഒരു അനുഗ്രഹമാണ്. പാസ്റ്റർ ജോൺ ടെൻസിങ്ങിൻ്റെ ആത്മീയ സേവനങ്ങളെ അഭിമാനപുരസ്സരം ഓർത്തുകൊണ്ട് ഹാർവസ്റ്റ് TV ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ബ്രദർ മോളി അവർകൾ ഏറ്റുവാങ്ങുന്നതാണ്. കരങ്ങളടിച്ച് നമ്മുടെ സ്നേഹത്തിനെയും ആദരവിനെയും അറിയിക്കാം. ദ അവാർഡ് ഈസ് ബീങ് റിസീവ്ഡ് ബൈ മോളി ബ്രദർ. ശക്തമായ കരങ്ങളടിച്ച്. The next award, Lifetime Achievement Award, is being given away to Pastor Jeremiah. Pastor Jeremiah ഇല്ലാത്തതുകൊണ്ട് അവാർഡ് വാങ്ങുവാൻ ഷൈജു കല്യൂരിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം ഫോർവേഡ്. പാസ്റ്റർ ജെറമിയ സുന്ദരം, പ്രസംഗകൻ, വേദാധ്യാപകൻ തുടങ്ങിയ നിലകളിൽ തിരുവനന്തപുരം ജില്ലയിലെ പെന്തക്കോസ്ത് സഭാ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള പാസ്റ്റർ ജെറമിയ സുന്ദരം സൗത്ത് ഇന്ത്യ അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ നേതൃനിര ശുശ്രൂഷകനും ജനറൽ സെക്രട്ടറിയുമായിരുന്നു. തിരുവനന്തപുരം കല്ലൂർ പാസ്റ്റർ സുന്ദരം രാജമ്മ ദമ്പതികളുടെ മകനായി 1956 ജനിച്ചു. ഒരു ദൈവദാസന്റെ മകനായി ജനിച്ചത് മൂലം ബാല്യത്തിലെ ലഭിച്ച ആത്മീയ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൗവനാരംഭത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു. തുടർന്ന് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് വേദപഠനം പൂർത്തീകരിച്ചു. സഭാപ്രവർത്തനങ്ങളിൽ സജീവമായി സുവിശേഷം എത്താത്ത മേഖലകൾ കേന്ദ്രീകരിച്ച് സഭാപ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുകയും നിരവധി സഭകളുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും സഹായകരമായി പ്രവർത്തിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ പഴയകാല പെന്തക്കോസ്ത് സഭകളിൽ ഒന്നായ സൗത്ത് ഇന്ത്യ അപ്പോസ്തലിക് ചർച്ച് തൻ്റെ പിതാവിനാൽ സ്ഥാപിതമായതാണ്. തന്മൂലം സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാകുവാനും നേതൃരംഗത്ത് പ്രവർത്തിച്ച് സഭയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനും പാസ്റ്റർ ജെറമിയ സുന്ദരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി പ്രാദേശിക സഭകളുള്ള സഭാ പ്രസ്ഥാനമാണ് സൗത്ത് ഇന്ത്യ അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ്. വിശ്വസ്തവും ത്യാഗനിർഭരവുമായ ആത്മീയ സേവനങ്ങൾ പൂർത്തീകരിച്ച അനന്തരം 2017 ഡിസംബറിൽ അദ്ദേഹം നിത്യവിശ്രാമത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഭാര്യ ബീന, മക്കൾ ഗ്ലാഡി, നിസി, സാം. പാസ്റ്റർ ജെറമിയ സുന്ദരത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ ആത്മീയ സേവനങ്ങളെ ഏറെ ആദരവോടും ബഹുമാനത്തോടും കൂടെ ഈ സമയം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ സൺ പാസ്റ്റർ ഷൈജു കല്യൂർ ഈ സമയം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. കരങ്ങളടിച്ച് നമുക്ക് ഈ അവാർഡ് കൊടുക്കും. Thank you, Pastors. And the final Lifetime Achievement Award is being given away to Pastor D.C. Samuel. Pastor D.C. സാമുവലിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് പാസ്റ്റർ D.C. സാമുവലിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇന്ത്യ പെന്തക്കോസ്തൽ അസംബ്ലി സഭയുടെ സ്ഥാപകനും മുഖ്യ ചുമതലക്കാരനുമാണ് പാസ്റ്റർ D.C. സാമുവൽ. അരനൂറ്റാണ്ടിലധികമായി കർത്തൃസേവന നിരതനായിരിക്കുന്ന അദ്ദേഹം തിരുവനന്തപുരം പട്ടം ചാലക്കുഴി IPA സഭയുടെ സീനിയർ ശുശ്രൂഷകനാണ്. 62 വർഷമായി കർത്തൃ സേവനത്തിലാണ്. ഭാര്യ മേരി സാമുവൽ നൂറുകണക്കിന് വ്യക്തികളെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുവാനും ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരം അധ്വാനിക്കുവാനും കർത്താവിൻ്റെ ദാസനെ ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ സമയം ഹാർവസ്റ്റ് TVയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സമ്മാനിക്കും. Thank you, Pastors.